ാകുന്നൊരു വിഭാഗം. അങ്ങനെ അല്ലാതെ വളരെ വലിയൊരു ശൃംഖലയോടെ വികേന്ദ്രീകരിക്കപ്പെട്ട് പല സ്ഥലങ്ങളിൽ പല ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന മറ്റൊരു സമാന്തര സംവിധാനമുള്ള നിങ്ങൾ രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അല്ല, അങ്ങനെ വേണു അതിനെ ലളിതവൽക്കരിച്ച് കാണണ്ട. കേരളത്തിലെ പറയുകയല്ല. നിങ്ങളോടുള്ള നേരിട്ടുള്ള ചോദ്യം, 90 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന നേരിട്ട് ഏതെങ്കിലും ഒരു നിങ്ങൾ ഈ പറയുന്ന കുഴപ്പം പിടിച്ച സ്ഥലത്ത് എന്തെങ്കിലും അക്രമം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതാണ് നിങ്ങൾ നേരിടുന്ന ചോദ്യം. മറുവശത്ത് ഞാൻ ചൂണ്ടിക്കാട്ടിയത് ലളിതവൽക്കരിച്ചതല്ല. ഏതാണ്ട് ഒരു ജീവൻ ഇപ്പോൾ പോയി, അതിന് മുൻപൊരു ജീവൻ പോയി, അതിൻ്റെ ഒരു തുടർക്കഥ പറയാൻ കഴിയുന്ന താങ്കളുടെ കയ്യകലത്തുള്ള നാദാപുരത്തെ ചൂണ്ടിക്കാട്ടിയാണ്. അല്ല, നാദാപുര സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട പ്രശ്നമാണ്. നാദാപുരത്തെ പ്രശ്നങ്ങൾ, ഷിബിൻ എന്ന് പറയുന്ന 19 വയസ്സുകാരൻ കൊല ചെയ്യപ്പെടുകയും ആ കൊലപാതകത്തിൽ പ്രതികളാക്കപ്പെട്ട 17 പേരും നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിൽ നിസ്സാരമായി രക്ഷപ്പെട്ടുപോയി, വളരെ എളുപ്പം രക്ഷപ്പെട്ടുപോയി. അങ്ങനെ രക്ഷപ്പെട്ടു പോയത് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കുറ്റപത്രത്തിന്റെയും ആ കേസ് നിങ്ങൾ തന്നെ അത് നടപ്പാക്കുകയാണ്. നിങ്ങളുടെ പാർട്ടി സംവിധാനം തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. ഇങ്ങനെയാണ് പ്രശ്നം കിടക്കുന്നത്. അല്ല വേണു, ഈ രാഷ്ട്രീയ സംഘടന ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പാർട്ടി ഗ്രൂപ്പ് വഴക്കിൻ്റെ പേര് തൃശ്ശൂരിൽ ലാൽജിയെയും മധുവിനെയും കൊന്ന പാർട്ടിയാണ്. ഞാൻ അതിൻ്റെ അത്തരത്തിലുള്ള ഒരു മറുവാദം ഉന്നയിച്ച് ഇത്തരം വാദങ്ങളെ നേരിടുക എന്നുള്ളതൊരു ശരിയായ രീതിയല്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘടനത്തെയും RSS ഒരു മതരാഷ്ട്രം വെച്ച് ചാവേറുകൾ റിക്രൂട്ട് ചെയ്യുന്ന ശാഖാ പരിശീലനത്തെയും ലളിതമായ രീതിയിൽ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. ഞാൻ യോജിക്കുന്നു. RSSന്റെ നിലപാടുകൾക്ക് പൊതുവായ ഒരു സാമൂഹ്യ അംഗീകാരം. ശരി, ഞാൻ യോജിക്കുന്നു. താങ്കളിലേക്ക് ഞാൻ തിരികെ എത്തുകയും ചെയ്യാം. ശ്രീ TG മോഹൻദാസ്, ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂറിനുമുണ്ട് ഒരു നേർ സാക്ഷ്യം. അത് ഒരു നിർണായക ഘട്ടത്തിൽ ഈ നിങ്ങളുടെ നിരുപദ്രവ സംഘടനയുണ്ടല്ലോ, അങ്ങേക്ക് ബോധമില്ലാത്ത പ്രായത്തിൽ അങ്ങ് പ്രവർത്തിച്ചു തുടങ്ങുകയും ബോധം വന്നപ്പോൾ കൂടുതൽ സ്വീകാര്യത അങ്ങേക്ക് തോന്നിക്കുകയും ചെയ്ത ഈ മഹനീയ പ്രസ്ഥാനം കലാപവേളകളിൽ റൂട്ട് മാർച്ച് നടത്തിയത് എന്തിനായിരുന്നു സർ? ആരെ സംരക്ഷിക്കാനായിരുന്നു? ഏത് ചേരിതിരിവിൻ്റെ ഭാഗമായി ഏത് ശത്രുക്കളെ വകവരുത്താൻ വേണ്ടിയായിരുന്നു ഈ അക്രമിക്കൂട്ടം അന്നപ്പോൾ റൂട്ട് മാർച്ച് നടത്തിയത്? കലാപം നടക്കുമ്പോൾ പട്ടാളക്കാർ റൂട്ട് മാർച്ച് നടത്തുന്നത് എന്തിനാ? ഫ്ലാഗ് മാർച്ച് എന്ന് പറയും. അതിന് ജനങ്ങളിൽ സുരക്ഷിതത്വം ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം കലാപവേളകളിൽ റൂട്ട് മാർച്ച് നടത്താറില്ല. പക്ഷേ വിജയദശമി, ഒറ്റാണ്ടിൽ ഒരിക്കൽ ഒരു ദിവസം വിജയദശമിക്കാണ് റൂട്ട് മാർച്ച്. പിന്നെ അത്യപൂർവമായിട്ട് ചിലപ്പോൾ സ്വാതന്ത്ര്യദിനം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്, അത്രയേ ഉള്ളൂ. അത് വളരെ അപൂർവമാണ്. സാധാരണ വിജയദശമിക്കാണ് ഒരു റൂട്ട് മാർച്ച്. ഈ വിജയദശമിക്ക് ഉണ്ണിത്താനൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വയലാർ രവി ഞങ്ങളുടെ റൂട്ട് മാർച്ച് നിരോധിച്ചതാണ്. നടന്നോ? ഇല്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ആയുധപ്പുരകളാണ് ക്ഷേത്രങ്ങൾ ആയുധപ്പുരകളാക്കി എന്നുള്ള ആരോപണത്തിൽ കഴമ്പില്ല. അതുകൊണ്ട് ഉണ്ണിത്താൻ 68ലേക്ക് പോയി, ഫസൽ ഗഫൂർ 48ലേക്ക് പോയി, പിന്നെ ഒരു 20 വർഷം പുറകിൽ. കാരണം ആകെക്കൂടെ പറയാൻ ഒരു ഗോഡ്സെ, RSS, മഹാത്മാഗാന്ധി, ഈ ഒരു നമ്പറാണ് കയ്യിലുള്ളത്. ഇതാണെങ്കിൽ ചതഞ്ഞ് പണ്ടാറടങ്ങി പോവുകയും ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് പോലും നിങ്ങൾ ഈ സുതാര്യമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സംഘടനയുടെ ദുരൂഹത കൂടുതൽ വ്യക്തമാക്കുന്നതല്ലേ? ഈ ഗോഡ്സെ 32ലോ 35ലോ വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ RSSന്റെ പ്രവർത്തന രീതിയെ കൂടി വിമർശന വിധേയമാക്കുന്ന ഒരു രക്ഷാ വഴി കൂടിയാണത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനമുണ്ടോ? ഒരു നിമിഷം, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് പ്രവർത്തനമുണ്ടോ? നിങ്ങൾ ഒരാളെ എടുത്തുവെന്നും പുറത്താക്കിയെന്നും എന്നുള്ളതിന് എന്താണ് രേഖാപരമായ തെളിവ്? ഇതാണ് ഗോഡ്സെയുമായി ബന്ധപ്പെട്ട് ഉയർന്ന നിരവധി ചോദ്യങ്ങളിൽ, നൂറാനി അടക്കമുള്ളവർ ഉന്നയിച്ച നിരവധി ചോദ്യങ്ങളിൽ ഇപ്പോഴും ബാക്കി കിടക്കുന്നത്. അത് നിങ്ങളുടെ തന്നെ ഈ സുതാര്യമെന്ന് നിങ്ങൾ മഹിമ കൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ദുരൂഹ സ്വഭാവത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ദുരൂഹ സ്വഭാവത്തെയല്ല, അതിൻ്റെ ഓപ്പൺനെസ്സിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാര്യം വേണമെന്നറിയാമോ? ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് അല്ല, ഭരണഘടന തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നിരോധനം പിൻവലിക്കാനായിട്ട് നെഹ്റു നോക്കിയിട്ട് വേറെ കാര്യമൊന്നും, ഏതായാലും ഇത് പിൻവലിച്ചേ പറ്റുള്ളൂ. അപ്പം നെഹ്റു പറഞ്ഞു, ഒരു ഭരണഘടനയില്ല നിങ്ങൾക്ക്, ഇതേ പിടിച്ചു ഭരണഘടന എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, നിരോധനവും പിൻവലിച്ചു. ഇതാണ് ചരിത്രം. ഇതേ നെഹ്റു 1960 ഒരു ഭരണഘടനയെ ഇത്തരം നിരുത്തരവാദപരമായും നിസ്സാരമായും കാണാൻ കഴിയുന്ന നിങ്ങൾക്ക് ഗോഡ്സെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോയി, ഇതിന്റെ തീവ്രത കുറവുള്ളത് കൊണ്ട് മറ്റൊരു പ്രസ്ഥാനത്തിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് സുതാര്യതയല്ല സർ, അതിന്റെ പേരാണ് ദുരൂഹത.
ഇരിക്കട്ടെ വേണു. ഇപ്പോൾ വേറൊരു അജണ്ടയാണ് ഇപ്പോൾ നടപ്പിലാകുന്നത്. ആരാധനാലയങ്ങൾ കേരളത്തിൽ ആയുധപ്പുരകളാണോ എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ആൾക്കും മറുപടിയില്ല. അവരെ സംരക്ഷിക്കാനായിട്ട് ഗോഡ്സെ അയാളുടെ ചരിത്രം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഗോഡ്സെയുടെ ചരിത്രത്തിൽ ഞാൻ വേണുവിനോട് പറയുകയാണ്, വേണു ഗാന്ധിവധത്തെ പറ്റി ഒരു ചർച്ച വയ്ക്കൂ, ഞാൻ സംസാരിക്കാം. അല്ലാതെ വേറൊരു സബ്ജക്റ്റിന്റെ ദൈവവിരോധം പറയുന്നു എന്ന നിലപാടെടുക്കണ്ട. ഞാൻ അങ്ങയെ വിളിച്ചത് ദൈവപക്ഷത്തെ പ്രതിനിധിയായിട്ടല്ല, ദൈവപക്ഷത്തെ പ്രതിനിധിയായിട്ടല്ല സാർ ഞാൻ അങ്ങയെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ആർ എസ് എസിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന്റെ സമാധാനം ഇവർ പറയട്ടെ. ഏത് അമ്പലത്തിൽ നിന്ന് എന്ത് ആയുധം കിട്ടി നിങ്ങൾക്ക്? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് കടകംപള്ളി നേരിടുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നിമിഷം ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നിമിഷം സാർ. എവിടെ നിന്ന് എത്ര ആയുധങ്ങൾ പിടിച്ചിട്ടുണ്ട്? എത്ര ക്ഷേത്രങ്ങളിലാണ് ആയുധപ്പുരകൾ ഉള്ളതായി നിങ്ങൾക്ക് വിവരം കിട്ടിയിരിക്കുന്നത്? ഇങ്ങനെ ലോകത്ത് മറ്റൊരു ഘട്ടത്തിലും ഇവർ പുലർത്താത്ത തരത്തിലുള്ള ശാസ്ത്രീയതയും ആ സാങ്കേതികത്വവും ഇവർ ഈ കാര്യത്തിൽ പറയുകയാണ്. പക്ഷെ മറുപടി വേണം. അല്ല, വളരെ സിമ്പിളാണ്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ നടപ്പാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇതേമാതിരി ആയുധങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ടാ ക്ഷേത്രങ്ങളിലോ. എനിക്ക് അങ്ങയോട് ബഹുമാനമുണ്ട്, അങ്ങില്ലാതെയാക്കരുത്. ഞാൻ ചോദിക്കുന്നത് ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഇറക്കിയ പ്രസ്താവനയുടെ രഹസ്യം എന്താ? ഏത് അമ്പലത്തിൽ നിന്ന് എന്താ ആയുധം പിടിച്ചു? പോകല്ലേ? എന്തിനാ നിങ്ങൾ പുറകെ പോകുന്നത്? നിങ്ങൾക്ക് ഇന്നത്തെ കാര്യം പറയാനില്ല, നിങ്ങൾ പതറുന്നു, അതുകൊണ്ട് നിങ്ങൾ പഴയ ചരിത്രത്തിലേക്ക് പോകുന്നു. ശരി മോഹൻദാസ്, നമുക്ക് കറണ്ട് വിഷയത്തിലേക്ക് വരാം. മോഹൻദാസിന്റെ ആ ചോദ്യം ന്യായമാണ്. കാരണം കേരളത്തിലെ അമ്പലങ്ങൾ ആയുധപ്പുരകളാക്കുന്നു എന്ന് പറഞ്ഞത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം കേരളത്തിലെ ഒരു അമ്പലങ്ങളിലും ആയുധം സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരു ഹാസ്യ രൂപേണ മോഹൻദാസ് പറഞ്ഞു അവിടെ പരശുരാമന്റെ മഴുവും അല്ലെങ്കിൽ ഹനുമാന്റെ ഗതയും ഒക്കെ പറഞ്ഞ കാര്യം. അതെ, അതാ ഞാൻ പറഞ്ഞത്. മോഹൻദാസ് ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു ഹ്യൂമറിലൂടെ മറുപടി കൊടുത്ത് അതുകൊണ്ട് ഞാൻ പരിപൂർണമായി ആ കാര്യത്തോട് യോജിക്കുകയാണ്. കാരണം കേരളത്തിലെ ഒരു അമ്പലങ്ങളിലകത്തും ആയുധങ്ങൾ സൂക്ഷിക്കുന്നില്ല, ആരെയും സൂക്ഷിക്കാനോട്ട് അനുവദിക്കത്തുമില്ല. അതേസമയം അമ്പലപ്പറമ്പുകളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ട്. ആ ആയുധ പരിശീലനം നടക്കുന്ന ആയുധങ്ങൾ അവർ കൊണ്ടുവരിക, പരിശീലിപ്പിക്കുക, തിരിച്ചു കൊണ്ടുപോവുക. അത് അമ്പലത്തിലല്ല സൂക്ഷിക്കുന്നത്. ഒരമ്പലത്തിലും സൂക്ഷിക്കുന്നതായിട്ട് എനിക്കിതുവരെ വിവരം കിട്ടിയില്ല. കാര്യം ഞാൻ ഒരു വലിയ ഈശ്വര വിശ്വാസിയാണ്. മിക്കവാറും എല്ലാം ഠാക്കൂറിന്റെ കയ്യിൽ നിന്ന് അങ്ങ് ആയുധം പിടിച്ചെടുത്തിട്ടുണ്ടോ? പുരോഹിതന്റെ കയ്യിൽ നിന്ന് അങ്ങ് ആയുധം പിടിച്ചെടുത്തിട്ടുണ്ടോ? അസീമാനന്ദയുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചെടുത്തിട്ടുണ്ടോ? 3 അകത്ത് കിടക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ആയുധ പരിശീലനം നടക്കുന്നുണ്ട് അമ്പലത്തിൽ, അത് അനുവദിക്കത്തില്ലെന്ന് പറയാം. അമ്പലങ്ങൾ ഒരിക്കലും ആയുധപ്പുരകളല്ല, ടെക്നിക്കലാണ്. അതല്ല ഫസൽ ഗഫൂർ, ഏത് അമ്പലത്തിലെ ആയുധം സൂക്ഷിക്കില്ല, സമ്മതിച്ചില്ല. പക്ഷെ അമ്പലപ്പറമ്പിൽ ഈക്വൽ ആണ് പറമ്പും ക്ഷേത്രവും കൂടെ. പറമ്പിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു കാര്യം വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. കേരളത്തിലെ അമ്പലപ്പറമ്പുകളിലും സ്കൂൾ കോമ്പൗണ്ടുകളിലും RSSന്റെ പരിശീലനം നടത്തുന്ന നടപടികൾ നിർത്തണം. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. കാരണം ഹിന്ദുക്കൾ എന്ന് പറയുന്നത് RSSൽ മാത്രമല്ല, കോൺഗ്രസിനകത്തുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട്, എല്ലാ പാർട്ടിയിലും ഹിന്ദുക്കളുണ്ട്. അപ്പോൾ ആ ഹിന്ദുക്കളുടെ ഒരു ആയുധ പരിശീലനം നടത്തുമ്പോൾ ഹിന്ദുക്കളുടെ കുത്തക എങ്ങനെ RSSന് കൊടുക്കാൻ പറ്റുന്നത്? കോൺഗ്രസിനകത്ത് ഹിന്ദുക്കളിലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുക്കളിലെ. അതുകൊണ്ട് ഒരു കാരണവശാലും അമ്പലപ്പറമ്പുകളിലും സ്കൂൾ കോമ്പൗണ്ട് ഇതൊക്കെ പൊതുസ്ഥലങ്ങളാണ്. എല്ലാവർക്കും ഒന്നുപോലെ അവകാശപ്പെട്ട, എല്ലാവരും എന്ന് പറയുമ്പോൾ അന്യ മതസ്ഥരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, സെയിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാവർക്കും തുല്യമായ അവകാശമുള്ളിടത്ത് ഒരു വിഭാഗം മാത്രം ആയുധ പരിശീലനം നടത്തുക. അല്ല, ഒരൊറ്റ ചോദ്യം എനിക്ക് വേണേനോടുള്ളൂ. ഈ ലാത്തി എന്ന് പറഞ്ഞത് ഒരു ആയുധമാണോ അല്ലയോ? ഇത്ര വലിയ ലാത്തിയാണ്, മാത്രമല്ല ചെറിയ ചൂരലല്ലോ, ദണ്ഡ്. അത് വലിയൊരു ആയുധമാണ്. മോഹൻദാസ് പറഞ്ഞ ഒരു കാര്യം തെറ്റാണ്. കാരണം
ഇവരുടെ റൂട്ട് മാർച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൈയിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളിവാളും മറുകൈയിൽ കഠാരയും ദണ്ഡുമേന്തിക്കൊണ്ടാണ് അവർ റൂട്ട് മാർച്ച് നടത്തുന്നത്. അത് ഈ പറഞ്ഞ വിജയദശമി ദിവസമാണ് നാഗ്പൂരിൽ ആരംഭിച്ച് 25 തൊട്ട്. അത് സർ വേണു, അത് ന്യൂനപക്ഷങ്ങൾ 5%, 10% ഉള്ള വടക്കേ ഇന്ത്യയിലെ നഗരങ്ങളിൽ ഈ റൂട്ട് മാർച്ച് സ്പ്രെഡ്സ് ടെറർ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി ശരി ശ്രീ ടി ജി മോഹൻദാസ്, ദണ്ഡ്, കഠാര, വാള്, വേണു എന്താണെന്നറിയാമോ ഇതിൽ സംഭവിക്കുന്നത്? ആയിക്കോട്ടെ, ദണ്ഡ്, കഠാര, വാള് ഒക്കെ സമ്മതിച്ചു. ഞാൻ പറയുന്നതേ, ഞാൻ എൻ്റെ ശരീരം നന്നാക്കാനായിട്ട് വ്യായാമം ചെയ്യുകയോ ചവനപ്രാശം കഴിക്കുകയോ ചെയ്യും. ആയിക്കോട്ടെ എന്ന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ സമ്മതിച്ചു എന്നല്ലേ പറഞ്ഞത്. എൻ്റെ പിന്നെ ഞാൻ സമ്മതിച്ചു. ഇത് പക്ഷേ ഇതെല്ലാവരുടെയും കയ്യിലുണ്ടാവില്ല. ഉണ്ണിത്താൻ കണ്ട റൂട്ട് മാർച്ച് ഒന്നുകൂടെ മനസ്സിലാലോചിച്ച് നോക്കുക. ഏറ്റവും മുന്നിൽ ഭഗവത് പതാകയുടെ കൂടെ സ്റ്റീലിൻ്റെ 2 വാളുമായിട്ട് 2 പേര് നിൽപ്പുണ്ടാവും. അതിപ്പോൾ നമ്മുടെ ആറാട്ട് എഴുന്നള്ളത്തിന് കണ്ടിട്ടില്ലേ? വാളുമായിട്ട് നിൽക്കും, വാളും പരിചയമൊക്കെ ആയിട്ട് പോവും. അതുപോലത്തെ ഒരു ആലങ്കാരികമായ ഒരു ഏർപ്പാടാണത്. ഇനി അതിനെ ആയുധമാക്കി നിങ്ങൾ നിരോധിക്കുക. ഞാൻ പറയുന്നത്, നാട്ടിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് എന്ന് പറഞ്ഞ് 86-ൽ രാജീവ് ഗാന്ധി പാസ്സാക്കിയ ആക്റ്റാണ്, നരേന്ദ്രമോദിയൊന്നുമല്ല. ആ ആക്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗിക്കാം. മാറാട് കേസിൽ അത് ഉപയോഗിക്കപ്പെട്ടു. പിന്നെ അത് ഉപയോഗിച്ചത് കണ്ണൂരാണ്. ആർക്ക് നേരെയാണെന്നറിയാമോ? CPM-ൻ്റെ നേർക്ക്. ഒരമ്പലത്തിൽ രാഷ്ട്രീയ ആവശ്യത്തിന് അമ്പലം ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മൻകുടം തുള്ളുന്ന ആ കുടത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വരെ വെച്ച് തുള്ളിയ ആൾക്കാരാണ് ഇപ്പം ഞങ്ങളെ അമ്പലം ദുരുപയോഗം ചെയ്യരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വരുന്നത്. ആ കേസിൽ 25,000 രൂപയും 2 ആൾജാമ്യം വെച്ചിട്ട് ജസ്റ്റിസ് KT ശങ്കരന് വരെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്ത് വിട്ടു. പിന്നെ കേസ് ഇങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല, എനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് വാസ്തവം. നിങ്ങളുടെ കയ്യിൽ നിയമമുണ്ട്, അത് ഉപയോഗിക്കൂ, അറസ്റ്റ് ചെയ്യൂ, പ്ലീസ്. ആയുധങ്ങൾ കണ്ടെടുക്കൂ. ശരി ശരി ശരി, അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയിലേക്കാണ് സൂപ്പർ പ്രൈം ടൈം ഇടവേളയ്ക്ക് ശേഷം കടക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് സർക്കാരിന്റെ മുന്നിൽ കർശന നടപടിയെടുക്കാൻ എന്തൊക്കെ പോംവഴികൾ. ഇടവേളയ്ക്ക് ശേഷം.